Hi friends, എല്ലാവർക്കും TechBit projects-ന്റെ മറ്റൊരു knowledge sharing വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് ഒരു Raspberry Pi Pico വീഡിയോയാണ്. ഇതിൽ നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയൽ സെഷന് പകരം നമ്മൾ Raspberry Pi Pico വെച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് കോഡ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം നമുക്കിതൊരു സോഫ്റ്റ്വെയർ സൈഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ സെഷൻ പോകേണ്ട കാര്യമില്ല. കാരണം നമ്മളിതിൽ ബേസിക്കായിട്ട് ചെയ്യുന്ന പൈത്തൺ ആണ്. ഓൾറെഡി നമ്മൾ പൈത്തണിൻ്റെ ഒരു പ്ലേലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് എന്തെങ്കിലും പൈത്തണിന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്ലേലിസ്റ്റ് റെഫർ ചെയ്യുക. ഓൾറെഡി പൈത്തണിൻ്റെ കൺസെപ്റ്റുകളെല്ലാം തന്നെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾ കൂടുതലും പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടായിരിക്കും ഇത് പോകുന്നത്. അപ്പോൾ ഓർഡിനോയുടെ ട്യൂട്ടോറിയൽ സീരീസും ഇപ്പോൾ തീരും. അതിന് ശേഷം നമ്മൾ ഓർഡിനോയുടെ പ്രോജക്റ്റ് ചെയ്യുന്നു. അതിന് പാരലായിട്ട് നമ്മൾ റാസ്ബെറി പൈ പീക്കോയുടെ പ്രോജക്റ്റും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ രണ്ടിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ആ സെയിം സാധനത്തിൻ്റെ അല്ലെങ്കിൽ ആ സെയിം പ്രോജക്റ്റ് നമുക്ക് രണ്ട് പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്കൊരു ധാരണ കിട്ടും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്ലിങ്ക് പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ റാസ്ബെറി പൈ പീക്കോയുടെ ഇൻട്രൊഡക്ഷൻ എല്ലാം നമ്മൾ ചെയ്തിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ബ്ലിങ്ക് പ്രോഗ്രാമിനെ വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പ്രോഗ്രാമിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഡിലേ കൊടുത്തതിൽ നമുക്കത് വേറെ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കഴിഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ സ്ലീപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഡിലേ കൊടുത്തിരുന്നത്. അതിന് പകരം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ടൈമേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ആ ബ്ലിങ്ക് പ്രോഗ്രാമിനെ മാറ്റി എഴുതാം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ബ്ലിങ്ക് പ്രോഗ്രാം ചെയ്തിരുന്നു. അതിൽ യു ടൈം എന്ന് പറയുന്ന ലൈബ്രറി വെച്ചിട്ട് അതിൻ്റെ സ്ലീപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ LED സ്റ്റാറ്റസ് ടോഗിൾ ചെയ്യിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് സെയിം പ്രോഗ്രാം തന്നെയാണ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ അകത്ത് ആ ടോഗിൾ ചെയ്യുന്ന സമയത്ത് ടോഗിൾ ഈ സീരിയൽ മോണിറ്ററിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ശരിക്കും ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ഒരു ലൈബ്രറി വെച്ചിട്ടാണ്. പക്ഷേ ഇതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സ്ലീപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു എന്നുള്ളതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. സ്ലീപ്പ് ഫംഗ്ഷൻ്റെ സാധനം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഡിലേ നമുക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ പോലും സ്ലീപ്പിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് 11ാമത്തെ ലൈൻ എത്തി, അതായത് സ്ലീപ്പ് ഫംഗ്ഷൻ്റെ അവിടെ എത്തിക്കഴിയുമ്പം ഇവിടെ നമ്മൾ എത്രയാണോ ഡിലേ കൊടുത്തത്, ഇപ്പോൾ 0.5 സെക്കൻഡ്സ്, ആ 0.5 സെക്കൻഡ്സ് മൊത്തം സിസ്റ്റം അവിടെ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ഹോൾട്ട് ആവും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതവിടെ നടക്കില്ല. ഈ 0.5 സെക്കൻഡ്സിന് ശേഷം മാത്രമേ ബാക്കിയുള്ള പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ആവുള്ളൂ. അതായത് മൊത്തം സിസ്റ്റം ഹോൾട്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ 0.5 സെക്കൻഡ്സ് പോലെ തന്നെ നമ്മൾ 1 സെക്കൻഡ് 2 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് കൊടുത്താലും അത്രയും സെക്കൻഡ്സ് ആ മൊത്തം സിസ്റ്റം അവിടെ ആ 11ാമത്തെ ലൈനിൽ ഹോൾട്ട് ആവുകയാണ്. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടൈമേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പീക്കോയുടെ അഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞ സമയത്ത് ഇതിൻ്റെ അകത്ത് ടൈമേഴ്സിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഹാർഡ്വെയർ ടൈമർ ഫെസിലിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബ്ലിങ്ക് പ്രോഗ്രാമിനെ മാറ്റി എഴുതാം. ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ഈ ടൈമർ എന്ന് പറയുന്ന ലൈബ്രറി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതെങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യാം, ഇതിൻ്റെ ഈ ടൈമറിൻ്റെ ഉള്ളിൽ വരുന്ന എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഉണ്ട്, നമുക്ക് എങ്ങനെയൊക്കെ ഈ ടൈമേഴ്സിനെ യൂസ് ചെയ്യാം, അതിന് എന്തൊക്കെ മോഡുകളുണ്ട്, ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ടൈമറിനെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഇത് ഇങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നേ ഉള്ളൂ. ബാക്കി ടൈമറിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ എന്താണെന്ന് നമുക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇവിടെ ബേസിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ടിക്ക് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഇതിൽ LED സ്റ്റേറ്റ് നമ്മൾ മാറ്റുന്നുണ്ട്. നോട്ട് LED സ്റ്റേറ്റ്. ഇപ്പോൾ എന്താണോ LED സ്റ്റേറ്റ്, ഇപ്പോൾ ഹൈ ആണെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ലൈനിൽ പറഞ്ഞിരിക്കുന്നത് നോട്ട് LED സ്റ്റേറ്റ്, അപ്പോൾ ലോ ആവും. ഇതിങ്ങനെ ഓരോ പർട്ടിക്കുലർ ഇൻ്റർവെൽസ് വെച്ചിട്ട് പീരിയോഡിക്കായിട്ട് ഈ സാധനം ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഹൈ വരുന്നത് ലോ ആവും, ലോ വരുന്നത് ഹൈ ആവും. അങ്ങനെ LED നമുക്ക് ബ്ലിങ്ക് ചെയ്യിക്കാൻ സാധിക്കും. ഇവിടെ ഈ കോൾ ബാക്ക് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷനെ വിളിച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഈ 3 പാരാമീറ്റേഴ്സ് മാത്രമല്ല, ഇതിൽ കുറച്ചുകൂടെ പാരാമീറ്റേഴ്സ് പറയാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ടൈമേഴ്സിൻ്റെ മറ്റൊരു സെപ്പറേറ്റ് വീഡിയോയിൽ ഇത് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ബേസിക് പ്രോഗ്രാംസ് എല്ലാം ചെയ്തു. ഇനി മറ്റൊരു സഹായപ്രദമായിട്ടുള്ളൊരു ടിപ്പ് ആണ്. ഇതിൽ നമുക്ക് ഈ റാസ്ബെറി പൈ പീക്കോയിൽ എങ്ങനെ ഓരോ പിന്നുകളെ വിളിക്കാം, അല്ലെങ്കിൽ അതിലെത്ര പിൻസ് ഉണ്ട്, ഓരോ പിന്നിനെ നമുക്ക് എങ്ങനെ പ്രോഗ്രാമിൽ റെപ്രസെൻറ്റ് ചെയ്യാം, എവിടെ നിന്ന് എങ്ങനെയൊക്കെ വിളിക്കാം, അതിലെന്തൊക്കെ മോഡ്സ് നമുക്ക് കൊടുക്കാം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് ഇൻ്റർനെറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ അതിൽ എളുപ്പമായിട്ട് തോണി പൈത്തണിൽ ഇവിടെ ഷെല്ലിൽ നമുക്ക് ഹെൽപ്പ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ച് കഴിയുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം.
ഇതിൽ മൈക്രോപൈത്തണിൻ്റെ ഒരു ഫീച്ചറാണിത്. ഇതിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്കൊരു പിന്നിനെ വിളിക്കേണ്ടത്, അതുപോലെ തന്നെ ADC പിൻ എങ്ങനെയാണ് വിളിക്കുന്നത്, PWM പിൻസിനെ വിളിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്, I2C വിളിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേയധികം കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പിന്നുകളുടെ നമ്പറിങ്ങും, അതിൽ ഏതൊക്കെ പിൻ നമ്പേഴ്സാണ് ADC കേപ്പബിലിറ്റി ഉള്ളത്, നമുക്ക് എങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഓരോ പിന്നിനെ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു പിന്നിനെ പുൾ അപ്പ് അല്ലെങ്കിൽ പുൾ ഡൗൺ ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ പ്രോഗ്രാംസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ബാക്കി കുറച്ച് കൺട്രോൾസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബേസിക് ഓവർവ്യൂ മൈക്രോപൈത്തൺ വെച്ചിട്ട് റാസ്ബെറി പൈ പീക്കോ പ്രോഗ്രാം ചെയ്യുന്നതിനെ കുറിച്ച് കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷനാണ് ഞാൻ പറയാൻ പോകുന്നത്, ഹെൽപ്പ് ഫംഗ്ഷൻ തന്നെ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മൊഡ്യൂൾസുകൾ അല്ലെങ്കിൽ ലൈബ്രറീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലൈബ്രറീസ് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള ലൈബ്രറീസും അല്ലെങ്കിൽ മൊഡ്യൂൾസും നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. ഇതിൽ കുറച്ച് നമുക്ക് സുപരിചിതമാണ്. ഇതിൻ്റെ അകത്ത് മെഷീൻ എന്ന് പറയുന്ന ലൈബ്രറി ഇവിടെ ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ബ്ലിങ്ക് പ്രോഗ്രാമൊക്കെ ചെയ്ത സമയത്ത് ആ പിന്ന് ഇമ്പോർട്ട് ചെയ്തത്, അതുപോലെ തന്നെ ടൈമർ ഇമ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ മറ്റൊരു പരിചിതമായിട്ടുള്ള ലൈബ്രറിയാണ് യു ടൈം. നമ്മൾ ഇതിന് മുമ്പിലത്തെ പ്രോഗ്രാമിൽ ഡിലേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലീപ്പ് ഫംഗ്ഷൻ വിളിച്ച യു ടൈം ലൈബ്രറി എന്നാണ്. അതുപോലെ കുറച്ചധികം ലൈബ്രറീസ് മൈക്രോപൈത്തണിൻ്റെ ഒപ്പം തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് റാൻഡം എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ട്, അല്ലെങ്കിൽ JSON ആയിട്ടുള്ള എന്തെങ്കിലും ഫങ്ഷൻസ് നമുക്ക് പ്രോഗ്രാമിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ JSON ലൈബ്രറി ഉണ്ട്. അങ്ങനെ കുറേയധികം ലൈബ്രറീസ് നമുക്കിവിടെ അവൈലബിൾ ആണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. ഇനിയിപ്പോൾ ഇതും കൂടെ പോരാണ്, നമുക്ക് വേണമെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്ന് എക്സ്ട്രാ മൊഡ്യൂൾസ് അല്ലെങ്കിൽ ലൈബ്രറീസ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ലൈബ്രറി സോഴ്സും നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. നമ്മൾ ലാസ്റ്റ് ടൈം റാസ്ബെറി പൈ പീക്കോയുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ അതിലൊരു കുറവായിട്ട് പറഞ്ഞതാണ് വയർലെസ് കണക്ടിവിറ്റി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ല എന്നുള്ളത്. ആ ഒരു കുറവ് മനസ്സിലാക്കുന്നുണ്ട് റാസ്ബെറി പൈ പീക്കോയുടെ മറ്റൊരു വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇറങ്ങിയ ഒരു മോഡലാണ് റാസ്ബെറി പൈ പീക്കോ W എന്ന് പറയുന്നത്. ഇതിൽ നമുക്കൊരു വൈഫൈ ചിപ്പ് വരുന്നുണ്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്ത് ഓരോ ഡേറ്റ എടുക്കുകയോ അങ്ങോട്ടുള്ള ഡേറ്റ പുട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ IoT റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ പ്രോജക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് മൈക്രോപൈത്തൺ യൂസ് ചെയ്തും ചെയ്യാം, CU യൂസ് ചെയ്തും ചെയ്യാം. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ടെക് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാരനോ ഒരു കൂട്ടുകാരിയോ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.